ഞാനും ആർജെ ആയിട്ടാണ് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സ് എന്ന് മാത്രമല്ല, അങ്ങനെയല്ല, ഉള്ളവരൊക്കെ ആർജെ കുറച്ചു കാലം റേഡിയോയിൽ കിടന്നിങ്ങനെ നമ്മൾ മെഴുകി കുറച്ച് കഴിഞ്ഞിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ പരിപാടി തുടങ്ങുന്നത്. ഞാൻ റേഡിയോ മിർച്ചിയിലായിരുന്നു, അതായത് ഒരു 3.5 കൊല്ലം കൊച്ചിയിൽ റേഡിയോ മിർച്ചിയിലായിരുന്നു. പക്ഷേ ട്രിവാൻഡ്രത്തും കോഴിക്കോടും എൻ്റെ ഷോ പോകുന്നുണ്ടായിരുന്നു, സിൻഡിക്കേറ്റഡ് ഷോ ആയിരുന്നു. അപ്പം അവിടുന്നാണ് ഞാൻ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയത്. തുടങ്ങുന്ന സമയത്ത് അത് കണ്ടന്റ് ക്രിയേഷൻ ആണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ആ സമയത്ത് ഇപ്പോൾ പറഞ്ഞ പോലെ കുറേ നോർത്ത് ഇന്ത്യൻ ആൾക്കാരൊക്കെ കുറേ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് മടിയായിരുന്നു. എൻ്റെ പ്രോഗ്രാമിംഗ് ഹെഡ് എൻ്റെ അടുത്ത് നിർബന്ധമായിട്ട് പറയാറുണ്ട്, എല്ലാ ആഴ്ചയും ഇത്ര കണ്ടന്റ് വെച്ച് പോകണം, ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നല്ല സ്നേഹബന്ധത്തിലായിരുന്നു. ഞങ്ങൾക്ക് നല്ല ടാർഗറ്റ് ഉണ്ടായിരുന്നു. വേറെ FMസിൽ എനിക്ക് അറിയില്ല ടാർഗറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ മിർച്ചിയിൽ ഭയങ്കര ടാർഗറ്റ് ആയിരുന്നു. ടാർഗറ്റ് കാരണമാണ് ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ ആയത്. അപ്പം എൻ്റെ കണ്ടന്റുകൾ അന്ന് ഇങ്ങനെ കുഴപ്പമില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതെനിക്ക് പണിയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം എൻ്റെ അടുത്ത് കുറേ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയത്. പക്ഷെ അത് തുടങ്ങുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. പിന്നെ അങ്ങോട്ട് എൻ്റെ കാറിൻ്റെ EMI, നമ്മളെ ഫ്ലാറ്റിൻ്റെ റെൻറ്റ്, അതെൻ്റെ ഉടുത്തിരിക്കുന്ന സാരി അടക്കം എല്ലാത്തിനും പൈസ പിന്നെ വരാൻ പോണത് കണ്ടന്റ് ക്രിയേഷനിലൂടെയാണെന്നുള്ളത് മാത്രമല്ല. എനിക്ക് ചില നേരത്തെ അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ ജെൻസി എന്നല്ല, ഞാൻ 90s കിഡിൽ പെടുന്ന ആളാണ്. അപ്പം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് എന്താ പറയുക, ഡിഗ്രി പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ MBA പഠിച്ചു, അത് പഠിച്ചു, ഇത് പഠിച്ചു, ഇങ്ങനത്തെ ഒരു ജോലി സാധ്യതയെ പറ്റി ഒരാളും പറഞ്ഞിട്ടില്ല. അത് കാരണം നാട്ടിലും വീട്ടിലൊക്കെ ഭയങ്കര ചീത്തവിളിയും കേട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ അവസാനം ഇതൊന്നും ബന്ധമില്ലാത്ത പരിപാടി ചെയ്യണു, ജീവിക്കണു, ഹാപ്പി ആയിട്ട് പോകണു.